എറണാകുളം കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധവുമായി ടെക്നോ പാർക്കിലെ ജീവനക്കാരുടെ സംഘടനയായ പ്രതിധ്വനിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ടെക്നോ പാർക്കിൽ കൂട്ടപ്പിരിച്ചുവിടൽ ഇല്ലെങ്കിലും നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതടക്കം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണമെന്ന ആവശ്യവും പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചു. ഗോപാൽ ശീലാസനൽ വിശദീകരിക്കുന്നു. എറണാകുളം കോറോ ഹെൽത്തിൽ നിന്ന് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിൽ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നടക്കുകയാണ്. കൂട്ടപ്പിരിച്ചുവിടൽ എന്ന നിലയ്ക്ക് കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് വലിയ തോതിൽ ചർച്ചയായത്. എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ കാരണം? കോറോ ഹെൽത്ത് കെയർ എന്ന കമ്പനിയിലുണ്ടായ കൂട്ടപ്പിരിച്ചുവിടൽ തന്നെയാണ് ഇതിന്റെ ആധാരം. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ IT ജീവനക്കാർ എന്നുള്ളതിൽ നമ്മുടെ കടമ. അതോടൊപ്പം ഒറ്റയ്ക്കായിട്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും ഫോഴ്സ്ഡ് റെസിഗ്നേഷൻ അല്ലാതെയുള്ള റെസിഗ്നേഷൻസ് വാങ്ങി എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനെതിരായി കൂടിയാണ് നമ്മുടെ ഈ പ്രതിഷേധം. ടെക്നോ പാർക്കിൽ ഇത്തരത്തിലൊരു ഭീഷണി ജീവനക്കാർ നേരിടുന്നുണ്ടോ? മാസമായിട്ടുള്ള ഭീഷണി ഇല്ല, ഇപ്പോൾ നിലവിലില്ല. എന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മാസമായിട്ടുള്ളൊരു ലേ ഓഫ് വരുമോ എന്നുള്ളൊരു ഭീതി നമ്മുടെ ജീവനക്കാർക്കുണ്ട്. നാളെ ഒരു ചർച്ച നടക്കുകയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെയാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. അതിലൊരു അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് കരുതുന്നുള്ളൂ. ഞാൻ ഇന്ന് ഒരു വാർത്ത ഇത് കണ്ടത്, മന്ത്രിക്ക് തന്നെ ഐഡിയ ഇല്ല ഈ കമ്പനി ഓണേഴ്സ് വരുമോ ഇല്ലയെന്ന്. മെയിൽ ത്രൂ ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുന്നത്. ഡയറക്റ്റായിട്ട് കമ്പനിയുടെ ആരുമായിട്ടും അതോറിറ്റീസിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനി ഓണേഴ്സ് വരുമായിരിക്കാം, അവർക്കും ഒരു ഷുവറായിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണോ ഇവിടെ വന്ന് എന്തും നടത്തിയിട്ട് പൂട്ടിയിട്ട് ഒരു ദിവസം രാവിലെ പൂട്ടി താക്കോലെടുത്തിട്ട് പോകാം, ആ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അത് ഇനി നമുക്ക് ടെക്നോ പാർക്ക് ഇതിപ്പോൾ മാസമായിട്ടൊരു ലേ ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത്, മീഡിയ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ 80% IT എംപ്ലോയീസും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ ടെക്നോ പാർക്ക് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഈ കഴക്കൂട്ടത്തും ഈ ഭാഗത്തും എത്രത്തോളം വികസനം വന്നു എന്നുള്ളത്. ഇത് ബാധിക്കുന്നത് ഒരു IT എംപ്ലോയിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഉദ്ഘാടക പ്രസംഗം പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിയാണ്. അത് മാത്രമല്ല സൊസൈറ്റിയുമാണ്. ഇവിടെ നിന്നൊരു മെജോറിറ്റി എംപ്ലോയീസ് പോയി കഴിയുമ്പോൾ പിന്നെ ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള പല സംഭവങ്ങൾക്കും അവരെയും ബാധിക്കും. സമൂഹം വിചാരിക്കുന്നത് IT എംപ്ലോയീസിനല്ലേ, അവർക്ക് മാത്രമല്ലേ ബാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ എല്ലാ സൊസൈറ്റിക്കും ഇതൊരു ഇമ്പാക്റ്റ് വരും, ഓരോ എംപ്ലോയിക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴും എന്നുള്ളതാണ് സത്യാവസ്ഥ. പൊതുവികാരമായി ഉയർന്നു വരണം. തീർച്ചയായും പൊതുവികാരമായി ഉയർന്നു വരണം. ഒരു IT എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടാക്സ് പേയിങ് മെഷീൻ മാത്രമല്ല, അവൻ ഇവിടുത്തെ സൊസൈറ്റിക്കും ഇവിടുത്തെ പല ഇതിനോടനുബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടും തീർച്ചയായും അവർക്ക് വേണം.